ഇപ്പോൾ ഈ സ്ക്രീൻ കാണുന്ന ഈ ഫ്ലിപ്പ് അനിമേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഫിഗ്മയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കിയാലോ. ഫ്ലിപ്പ് അനിമേഷൻ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 കാർഡ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാർഡിനെ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് റീനെയിം ചെയ്യുകയാണ്. സെക്കൻഡ് കാർഡിനെ ഞാൻ ബാക്ക് എന്ന് പറഞ്ഞ് റീനെയിം ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 2 കാർഡിനെ നമ്മൾ ഒന്ന് കോപ്പി ചെയ്യുക, താഴേക്ക് നിർത്തുക. ഫൈൻ. അതിനുശേഷം ബാക്ക് എന്ന് റീനെയിം ചെയ്തിരിക്കുന്ന കാർഡിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്പ് ഹൊറിസോണ്ടലാകുക. അതിനുശേഷം ഇതിൻ്റെ അകത്തുള്ള ലേയേഴ്സിനെല്ലാം അതിനെ തിരിച്ച് ഒന്നും കൂടെ പഴയതുപോലെ ആക്കാൻ വേണ്ടി ഫ്ലിപ്പ് ഹൊറിസോണ്ടലാകുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇതേ മെത്തേഡാണ് നമ്മൾ താഴത്തേതിൽ ഈ ഫ്രണ്ടിൽ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ബാക്കിൽ ചെയ്തു, രണ്ടാമത് നമ്മൾ ഫ്രണ്ടിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ജസ്റ്റ് വന്നിട്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ അടിക്കുക. അതിനുശേഷം അതിനകത്തുള്ള ലേയേഴ്സിനെല്ലാം തിരിച്ച് പഴയതുപോലെ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ ആക്കി പഴയതുപോലെ ആക്കുക. ഇനി നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നു, ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ അലൈൻ ഹൊറിസോണ്ടൽ സെൻറ്റർ കൊടുക്കുകയാണ്. തിരിച്ച് ഇവിടെ അലൈൻ വെർട്ടിക്കൽ സെൻറ്ററും കൊടുക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അലൈൻ വെർട്ടിക്കൽ സെൻറ്ററും അലൈൻ ഹൊറിസോണ്ടൽ സെൻറ്ററും. പക്ഷേ നമ്മൾ താഴത്തതിന് അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബാക്ക് എന്ന് എഴുതിയിരിക്കുന്ന ലെയറാണ് ഇതിൽ ഫ്രണ്ട് വരേണ്ടത്. ഇതിൽ നമ്മൾ ഫ്രണ്ട് തന്നെയാണ് ഫ്രണ്ടിൽ വന്നത്, പക്ഷേ ഇതിൽ ചെയ്യുമ്പോൾ ബാക്കാണ് ഫ്രണ്ടിൽ വരേണ്ടത്. ഓക്കെ, ബാക്ക് ഫ്രണ്ടിൽ വരാൻ വേണ്ടി ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം Ctrl+Shift ബ്രാക്കറ്റ് അടിച്ചു കൊടുത്താൽ മതി. തിരിച്ച് ബാക്കിലേക്ക് വെക്കുമോ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിനൊരു കോമ്പണൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇതിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ കോമ്പണൻ്റായിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ 2 ലെയർ ആയി കഴിഞ്ഞു അല്ലേ, രണ്ട് കോമ്പണൻ്റ് ആയി കഴിഞ്ഞു. ഇനി ഈ 2 കോമ്പണൻറ്റിൻ്റെയും കൂടെ സെലക്ട് ചെയ്തതിന് ശേഷം കമ്പൈനേഴ്സ് വേരിയൻ്റ് കൊടുത്തു. ഇപ്പോൾ നമ്മൾ കമ്പൈനേഴ്സ് വേരിയൻ്റ് കൊടുത്തതിന് ശേഷം പ്രോട്ടോടൈപ്പിൽ പോവുക. അതിനുശേഷം ജസ്റ്റ് ഇതിനെ ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് താഴത്തെ വേരിയൻറ്റിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ 1 ക്ലിക്കിന് പകരം വൈ ഹോവറിങ് കൊടുക്കുക, ചേഞ്ച് ടു കോമ്പണൻറ്റ് കൊടുത്താൽ മതി, സ്മാർട്ട് അനിമേറ്റ് കൊടുക്കുക, ഈസി ഔട്ടിന് കൊടുത്താൽ മതി. തിരിച്ചതുപോലെ തിരിച്ചങ്ങോട്ട് അതേപോലെ തിരിച്ചങ്ങോട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ മൗസ് ലീവാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള സെറ്റിങ്സ് ഒക്കെ സെയിം ആണ്. ചേഞ്ച് ടു കോമ്പണൻറ്റ് 1, സ്മാർട്ട് അനിമേറ്റ്, ഈസി ഔട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അനിമേഷൻ ഇവിടെ പൂർത്തിയാക്കി. ഇനി നമ്മൾ അനിമേഷൻ വ്യൂ ചെയ്യാൻ വേണ്ടി അസറ്റ് പോയതിനു ശേഷം ആ കോമ്പണൻറ്റ് ജസ്റ്റ് ഈ ഫ്രെയിമിലേക്ക് ജസ്റ്റ് ഒന്ന് വരച്ചിടുകയാണ്. അതിനുശേഷം ഈ ഫ്രെയിം ഒന്ന് അനിമേഷൻ കാണാൻ വേണ്ടി പ്ലേ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലിപ്പിംഗ് അനിമേഷൻ നമുക്കിവിടെ കിട്ടും.